ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെയാണ് ഇത് കഴിക്കാറ്. കാരണം വീട്ടിൽ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് അങ്ങനെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂട്ടി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ചിക്കനിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കന് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളൊരു KFCയുടെ ഒക്കെ ഫ്രൈഡ് ചിക്കനില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു 1/2 ടീസ്പൂൺ വെച്ചാണ് കുരുമുളകിൻ്റെ പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിത് മസാലയൊക്കെ തേച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. ഒരു 10-20 മിനിറ്റൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു മൈദയുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൈദയുടെ പൊടി 1 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് നമ്മുടെ ഒരു കോൺഫ്ലവറിൻ്റെ പൊടിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി വെച്ചതാണ് കേട്ടോ. അതിലേക്ക് ഈ ഒരു ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ അതിൻ്റെ ആ ഒരു മേലെ ഈ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊടിയിൽ അതൊന്ന് ടിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ചിക്കൻ നമുക്ക് പല രീതിയിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായ സമയത്ത് ഇതിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറുതായിട്ട് കട്ട പിടിക്കും. അപ്പോൾ അത് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ആ മൈദയും ആ ബട്ടറൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറും ചെറുതായിട്ടൊരു മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.25 കപ്പ് പാലാണ് ഇതിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. പിന്നീട് ഒന്ന് കട്ടിയായി തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ പാലൊഴിച്ചതിന് ശേഷം ഇത് മിക്സ് ആക്കിയിടുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വരികയാണെങ്കിൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മുടെ ഒരു ഉപ്പുള്ള ബട്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ സ്ലൈഡ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്തേക്ക് എടുത്ത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഇത് പൊട്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് മുന്നേ തന്നെ പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ചീസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇതിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ സ്ലൈഡ് ചീസ് മാത്രം ഉള്ളിച്ചെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൊസറല്ല ചീസ് മാത്രമേ വീട്ടിലുള്ളിച്ചെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊരു പീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിങ്ങനെ വലിയ പീസ് ഇട്ട് കൊടുത്തോണ്ട് മെൽറ്റാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു.
കാരണം ഇത് ഈ ചീസുകളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഇത് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും ഇതിൽ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ചീസ് നിർബന്ധമായിട്ടും നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇതാ ഞാൻ ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നീളത്തിലുള്ള പീസല്ല. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ നടുഭാഗമൊന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ ഇവിടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല, കാരണം വീഡിയോ വല്ലാതെ ലെങ്തി ആയി പോവുള്ളൂ. ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ, ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. പിന്നെ യൂട്യൂബിലൊക്കെ നിറയെ ഇതിൻ്റെ റെസിപ്പികളൊക്കെ ഉണ്ട്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് കണ്ടിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് നിർബന്ധമുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പണികൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക, ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ആ ചീസിൻ്റെ ചീസൊന്ന് റെഡിയാക്കി എടുക്കലും അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പരിപാടി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കുമായിട്ട് അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മീതെയായിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചുള്ള ഒരു ചീസിൻ്റെ ഒരു മിക്സ് ഇതിന് മീതെയായിട്ട് ഞാൻ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതിന് മീതെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ മീതായിട്ട് കുറച്ച് ഒരു കാണാനൊരു ഭംഗിക്കും, ചിലർക്ക് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇടയിൽ കടിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച്, ഒരുപാടൊന്നുമില്ല, ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രം ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കെച്ചപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് മീതായിട്ട് കുറച്ച് മയോണൈസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കോഴിമുട്ടയ്ക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, അതിലേക്ക് ഒരു അല്പം ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് വിനേഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അടിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ മയോണൈസ് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിത് അതിൻ്റെ മീതായിട്ട് തന്നെ ബാക്കിയുള്ള ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫുള്ള് ഒരു ചീസ് മറ്റേത് ഇതിൻ്റെ മീതായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഇത് വീട്ടിലൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഒക്കെ വീണ്ടും ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാശൊക്കെ കൊടുത്ത് പുറത്തുനിന്നും ഒരു അല്പം മാത്രം വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ. കുറച്ച് സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളവർ മയോണൈസും കെച്ചപ്പൊക്കെ ഞാൻ ഇതിന് മീതെയായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് അതിന് മീതെ ഞാൻ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ തക്കാളിയുടെ ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെ കുരുഭാഗമൊന്നും ഇല്ലാത്ത ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിന് മീതെയായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അങ്ങനെ ഒരുപാടൊന്നും ചേർക്കണ്ട. ലാസ്റ്റ് ആ ഒരു കാണാനൊരു ഭംഗിയും, ചിലർക്കൊക്കെ പച്ച തക്കാളി കഴിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ മുളക് ഞാൻ കുരുല്ലാണ്ട് ഒരു കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടി, ഫോട്ടോയിലൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇതിൻ്റെ മീതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചീസും ഒക്കെ നല്ല മെൽറ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.